കർത്താവിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ഈ രാത്രികാലം നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പുകാരനായവ, നമ്മുടെ രക്ഷകനായവ, നമുക്ക് നിത്യജീവനെ തന്ന് നമ്മെ ആമേൻ ഹല്ലേലൂയ അത്ഭുതകരമായി നടത്തുന്ന നമ്മുടെ കർത്താവ് ഈ രാത്രികാലം നമ്മുടെ മധ്യയുള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളെ തട്ടി അല്പസമയം പൈശാചിക ഗോപുരങ്ങൾ അവന്റെ അടിസ്ഥാനങ്ങൾക്ക് കുലുങ്ങുമാറ് ദൈവജനത്തിന്റെ സ്തുതി. കൃപാകൃപായ നാട്ടുകൊണ്ട് ആണിക്കല്ല് കയറ്റുമെന്ന് പറഞ്ഞ പ്രകാരം പർവ്വതങ്ങൾ, കുന്നുകൾ, മലകൾ, താഴ്വരകളൊക്കെ യേശുവിനെ നാമത്തിൽ നികന്നു വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായി ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ, അവിടുത്തെ സന്നിധാനത്തിൽ മുട്ടുമടക്കുവാൻ, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുത്തെ എനിക്ക് സാവകാശനായി നന്ദി ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നല്ല കർത്താവേ, ഞങ്ങളുടെ ആയുസിന്റെ കഴിഞ്ഞ നിമിഷം വരെയും അവിടെ ഞങ്ങളെ അത്ഭുതകരമായി നടത്തി, ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങളുടെ രോഗദുഃഖങ്ങളിൽ നിന്നൊക്കെ കർത്താവേ അവിടുന്ന് വിടുവിച്ച് കർത്താവേ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രമപ്പ. കടന്നൊരുവൻ ആഗ്രഹിച്ച് വഴിയാതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എത്ര വേഗം കൂട്ടി വരുത്തിയാണ്ട് ജനജനം ഒരുമിച്ച് കടന്നു സത്യത്തിലും ആത്മാവിനും കർത്താവിനെ ആരാധിപ്പാൻ, ബലം പ്രാപിപ്പാൻ, വിടുതലേറ്റെടുപ്പാൻ സ്വർഗത്തിന് ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണമേ. അനുഗ്രഹത്തിന്റെ രാത്രികാലമായി രാത്രികാലം മാറിട്ട് പാടുവാനും ആരാധിപ്പാനുള്ള പ്രത്യേകമായ കൃപ കർത്താവേ ആമേൻ അവിടെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകണമേ. ആത്മാവിന്റെ ബലം ഞങ്ങളെ ധരിപ്പിക്കുമാറാകണമേ കർത്താവ്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കർത്താവ് ഒരു പുതിയ അഭിഷേകം ഇന്ന് രാത്രികാലം അവിടെ ഞങ്ങളുടെ പകരുമാറാകണമേ. ദർശന താഴ്വരയിലേക്ക് അവിടെ ഞങ്ങളെ നടത്തുമാറാകണമേ. ഒരു നദിയുണ്ട്, തോടുകൾ ദൈവനഗരത്തെ തിരുവാസ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഇന്ന് രാത്രികാലം ആ നദി ഞങ്ങളുടെ മധ്യ ഒഴുകുവാനാ. വിശ്വസിക്കുന്ന ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ പ്രകാരം ജീവജല നദി കർത്താവേ ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മധ്യേ കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണം സ്വർഗ്ഗം അവിടുന്ന് ഇടയാക്കണമേ. ഹല്ലേലൂയ. സൂക്ഷികളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. ആത്മനരോട് സൂക്ഷിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിന് ദൈവമേ അവിടുന്ന് ഇടയാക്കി ആടുവാസമായി കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് കർത്താവേ. ഹല്ലേലൂയ. കൃപ പ്രാപിച്ചവരായി, അനുഗ്രഹം പ്രാപിച്ചവരായി ദൈവ സാന്നിധ്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി കാലം അടങ്ങി പോകുവാൻ കർത്താവേ അവിടുന്ന് ജനത്തെ അവിടുന്ന് ശക്തീകരിക്കണമേ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഹല്ലേലൂയ കർത്താവ് ഒരു മനോഹരമായ ദിവസം കൂടെ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ മാക്സിമം ആൾക്കാർ ഫ്രണ്ടിലോട്ട് കയറി ഇരുന്ന് ഹല്ലേലൂയ ചന്ത ഉചിതമായി എല്ലാവരും ചന്ത ഉചിതമായി ചെയ്യുവാൻ ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിനെ സ്തുതിക്കാൻ വരുമ്പോൾ ഹല്ലേലൂയ ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിരിക്കുമെങ്കിൽ ബാക്ക് സൈഡിൽ സ്ഥലമില്ല, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ചന്ത ഉചിതമായി കർത്താവ് നോക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മെ ഹല്ലേലൂയ ആനന്ദിക്കുന്ന ഒരു സഭയായി സ്വർഗം മാറ്റണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എന്ന് വെച്ചാൽ കരുതുന്ന ദൈവമാണ്, കരുതുന്ന കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് എന്ത് ആവശ്യങ്ങളുടെ മധ്യേയും ഹല്ലേലൂയ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തും പറയും ഹല്ലേലൂയ യഹോവ ഈരേ. ഹല്ലേലൂയ അവൻ കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് കർത്താവ് ആരാധിക്കുമ്പോൾ ഹൃദയങ്ങളെ തുറന്ന് ഹല്ലേലൂയ നമ്മുടെ ആ കർത്താവ് സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. യഹോവ ഈരേ. ഹല്ലേലൂയ.
യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമായി ആകുലമോ ഇനിയും യഹോവ ഇരേ യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 എൻ ഹൃദയ സമാധാനം യഹോവ ഇരേ എൻ ഭവനെ സർവനന്മകളും യഹോവ ഇരേ എൻ ഹൃദയ സമാധാനം യഹോവ ഇരേ എൻ ഭവനെ സർവനന്മകളും യഹോവ ഇരേ തന്മകനായി ജീവിക്കും ഞാൻ തൻ വഴിയെ നടക്കും ഞാൻ തൻ വചനം ഘോഷിക്കും ഞാൻ യഹോവ ഇരേ യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 എനിക്കുള്ള ആഹാരം യഹോവ ഇരേ പാർപ്പിടവും വസ്ത്രവും യഹോവ ഇരേ എനിക്കുള്ള ആഹാരം യഹോവ ഇരേ പാർപ്പിടവും വസ്ത്രവും യഹോവ ഇരേ തൻ രൂപം എൻ വാഴ്വിലും തൻ സ്തുതികൾ എൻ നാവിലും നിരന്തരമായി സൂക്ഷിക്കും ഞാൻ യഹോവ ഇരേ യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 തന്മക്കൾക്കായി ദൈവം കരുതുന്നുന്നതമായി ആകുലമോ ഇനിയും യഹോവ ഇരേ യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 എൻ ഹൃദയ സമാധാനം യഹോവ ഇരേ എൻ ഭവനെ സർവനന്മകളും യഹോവ ഇരേ എൻ ഹൃദയ സമാധാനം യഹോവ ഇരേ എൻ ഭവനെ സർവനന്മകളും യഹോവ ഇരേ തന്മകനായി ജീവിക്കും ഞാൻ തൻ വഴിയെ നടക്കും ഞാൻ തൻ വചനം ഘോഷിക്കും ഞാൻ യഹോവ ഇരേ യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 യഹോവ ഇരേ 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 എനിക്കുള്ള ആഹാരം യഹോവ ഇരേ എൻ പാർപ്പിടവും വസ്ത്രവും യഹോവ ഇരേ എനിക്കുള്ള ആഹാരം യഹോവ ഇരേ പാർപ്പിടവും വസ്ത്രവും യഹോവ ഇരേ തൻ രൂപം എൻ വാഴ്വിലും തൻ സ്തുതികൾ എൻ നാവിലും നിരന്തരമായി സൂക്ഷിക്കും ഞാൻ യഹോവ ഇരേ
കരുതും ഉന്നതമാ ആകുലമോ ഇനിയും യഹോവായിരേ 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 നമുക്കെല്ലാവർക്കും ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. നമുക്കുള്ള ആഹാരം യഹോവ ഈരെ. ഹല്ലേലൂയ. അതാ നമ്മൾ പാടിയതുപോലെ തന്നെ യഹോവ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അതാ വചനം പറയുന്നത് ഹല്ലേലൂയ, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. ബാലസിംഹം എന്ന് വെച്ചാൽ രാജാവ്.
കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൊട്ടാരത്തിൽ പോലും ദാരിദ്ര്യം വരാം, പക്ഷേ നമ്മളെ ദാരിദ്ര്യം വിടുന്ന കർത്താവ്, നമ്മുടെ കർത്താവ് ദാരിദ്ര്യം വിടത്തില്ല. അതാ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറയില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറ, യഹോവ ഈരേ. ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് പറ, യഹോവ ഈരേ, യഹോവ ഈരേ, യഹോവ ഈരേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമനയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. ഓടങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാ, ബലമേറും ഗോപുരമതിലണയും. നമ്മെ പിടിച്ചതിനാ, ബലമേറും ഗോപുരമതിലണയും. നിന്റെ ശത്രുവിൻ തല തകർന്നതിന, ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിന. നിന്റെ ശത്രുവിൻ തല തകർന്നതിന, ക്രൂശിൻ ശക്തിയാൽ ജയം ലഭിച്ചതിന. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഗിലെയാദിൻ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൽ തൈലക്കൂട്ടൊരുക്കും. ഗിലെയാദിൻ വൈദ്യനവൻ നിനക്കായി അഭിഷേകത്തിൽ തൈലക്കൂട്ടൊരുക്കും. സൗഖ്യദായകൻ നിന്നെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. സൗഖ്യദായകൻ നിന്നെ കരം പിടിക്കും, പുതുശക്തിയാൽ അനുദിനം നിറയ്ക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരുകയില്ല. സർവ്വതിന്മയും കളവായി പറയും, നിന്റെ പേരുമായി ശ്രമിക്കും. സർവ്വതിന്മയും കളവായി പറയും, നിന്റെ പേരുമായി ശ്രമിക്കും. ഭക്തനാമം തലമുറ തലമുറയാ എന്നേക്കും ഓർമ്മയിൽ നിലനിന്നിടും. ഭക്തനാമം തലമുറ തലമുറയാ എന്നേക്കും ഓർമ്മയിൽ നിലനിന്നിടും. ശത്രുവിന്റെ പേരിനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലമിനി കാണുകില്ല. ശത്രുവിന്റെ പേരിനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലമിനി കാണുകില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല, ജീവഭണ്ഡരത് ഭദ്രമത്രേ. നിന്റെ പ്രാണനെ ശത്രു തൊടുകയില്ല, ജീവഭാരത്തിൽ അത് ഭദ്രമത്രേ. നിന്റെ ന്യായം പാലിക്കുവാൻ കഴിയുകയില്ല,
ന്യായം മായ്ക്കുവാൻ കഴിയുകയില്ല. നിന്റെ നീതി പ്രവാഹം വിളങ്ങി വരും. ശത്രുവോടി ഒളിച്ചിടം തേടുന്ന നാൾ നീയാകിൽ വിശ്രമം പ്രാപിച്ചിടും. ശത്രുവോടി ഒളിച്ചിടം തേടുന്ന നാൾ നീയാകിൽ വിശ്രമം പ്രാപിച്ചിടും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും. പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾക്ക് അവൻ അതിരുവയ്ക്കും. പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കേടിയൊരുക്കും. വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കേടിയൊരുക്കും. വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരം അതിലടയും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരം അതിലടയും. നിന്റെ ശത്രുവിൻ തല തകർന്നതിനാൽ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർന്നതിനാൽ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നന്മ പ്രാപിക്കും, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. യാത്രയിൽ ഖേദം ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപ. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല
നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാലം പിടിച്ചു എന്നെ നടത്തിയതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാലം പിടിച്ചു എന്നെ നടത്തിയതാ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. കൊഴിതൻ കുഞ്ഞിനെ ചിറകളിൽ മറയ്ക്കും പോലെ, കഴുകന്ന കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ. കൊഴിതൻ കുഞ്ഞിനെ ചിറകളിൽ മറയ്ക്കും പോലെ, കഴുകന്ന കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. നിന്നത് കൃപയാൽ കൃപയാൽ ഉടമനഗതരാമ ഉടമനഗതിരക സാദരേ നഗബലാദരവ ഉടരഗതരമ ഉടമരതികബലതിരഗതരാദരവ ഈഗബലഗതരമ ഉടമനഗതരാദികബലാദരവ ഉടമനഗതരമ ഉടമരതികബലതിരഗബലാദരവ ഓ റിവവര ഉടമല റിവവര റിവവര ഉടമല ഉടമരിഗവര സദരേ ഉടമല റിവവര ഉടമനഗതരമ ഉടമനതികബലതിരഗ സാദരാദരവ ഹല്ലേലൂയ 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 ഉടമനഗതരമ ഉടമനഗതരഗ ശംബരാജമനാദരവ
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതകരമായി നമ്മെ നടത്തുന്ന കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഈ രാത്രികാല കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ, ബലം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ആമേ കർത്താവ് നമ്മെ ശക്തീകരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പുത്തൻ കൃപകളാൽ ഈ രാത്രികാലം നിറയപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായി മരിച്ചവരെ ജീവിപ്പിക്കുകയില്ലാതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന യേശുവിന്റെ ആത്മാവ് ഈ രാത്രികാലം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടേണ്ടതിനായിട്ട് ഹല്ലേലൂയ അത്ഭുത ശക്തി ഈ രാത്രികാലം വെളിപ്പെടേണ്ടതിനായി ദേഹത്തേക്ക് ആത്മാവിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഇറങ്ങി വസിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആമേൻ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി ഫേമ സഹോദരിയും വിഷ്ണുപേരും പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം ജീസസ്. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഴ്ത്തിനും വിശ്വസിനും വാഗ്ദാനമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവേ, ഇന്ന് വെള്ളിയാഴ്ചയുടെ കർത്താവേ രാത്രി സമയത്ത് കർത്താവേ അങ്ങയുടെ പാദപീഠത്തിൽ കർത്താവ് വിശുദ്ധ ആരാധനയായി കൂടി വരുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലായി തീരുവാൻ കർത്താവേ അങ്ങ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും അനുഭവിപ്പാൻ കർത്താവേ അപ്പാ സ്തോത്രം തുടർന്ന് കർത്താവേ തുടങ്ങിയ സമയം മുതൽ കർത്താവിയ സമയം വരെയും അങ്ങയുടെ കർത്താവേ കൃപയുടെ മറവിൽ ഞങ്ങളെ മറച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അപ്പാ ഇന്ന് ആരാധനയിൽ കൂടെ കേട്ടതുപോലെ കർത്താവേ യഹോവയുടെ കർത്താവേ ഞങ്ങൾക്കായി കരുതുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ജീവിതത്തിന്റെ പല കർത്താവേ ഹല്ലേലൂയ കർത്താവേ ദൈവത്തെ വിളിക്കുന്ന സമയങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവേ അങ്ങ് കർത്താവേ കേൾപ്പിച്ച കർത്താവേ ആ വാക്കാണല്ലോ കർത്താവേ യഹോവയുടെ എന്ന് കർത്താവേ ഞങ്ങൾക്കായി കരുതുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. നിങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളെയും എന്റെ മേൽ ഇട്ടുകൊള്ളുവീന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനപ്രകാരം കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ എല്ലാ കർത്താവ് ഭാവിയെല്ലാം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന നല്ലൊരു കർത്താവ് ഞങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ അപ്പാ സ്വർലോകയുടെയും ഭൂലോകയുടെയും അധോലോകയുടെയും സർവ്വമുഴങ്കാലങ്ങളിലും മടങ്ങുന്ന ഏകനാമം യേശുവിന്റെ നാമമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ അപ്പാ അങ്ങ് ഞങ്ങളെ കർത്താവ് മക്കളും അപ്പാ ദൈവഭവനക്കാരുമാക്കി തീർത്ത് ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പലപ്പോഴും ഞങ്ങൾ മറന്നു പോകുന്നവരായി തീരുന്നുണ്ട് കർത്താവേ. അങ്ങ് ഞങ്ങളെ വീണ്ടും കർത്താവേ ആ പരിശുദ്ധാത്മാവിന്റെ പുതു അനുഭവത്തിലേക്ക് ഞങ്ങളെ നടത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴയ അനുഭവങ്ങൾ ഇരിക്കുന്നവരായിട്ടല്ല കർത്താവേ, പുത്തൻ കർത്താവ് അനുഭവങ്ങളിലേക്ക് ഞങ്ങളുടെ സഭയെ ഒന്നടങ്കം കർത്താവേ ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവരെ വരെ അങ്ങ് നടത്തുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സർവ്വജഡത്തിനുമേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ളത് ദൈവവചനമായിരിക്കാൽ കർത്താവേ ആത്മാവിൽ സന്തോഷിപ്പാൻ കർത്താവേ ആനന്ദ നദി കർത്താവേ സ്തോത്രം മുട്ടോളമല്ല അരയോളമല്ല കർത്താവേ നീന്തിട്ടില്ലാതെ കടപ്പാൻ വഹിയാത്ത ഞങ്ങളെ തന്നെ നിയന്ത്രിക്കുന്നവരായിട്ടല്ല കർത്താവേ പരിശുദ്ധാത്മാവിന് നിറവിൽ നാളുകളിൽ കർത്താവേ ശുശ്രൂഷ വെളിപ്പെടുവാൻ അങ്ങ് സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ, അങ്ങ് അനുഗ്രഹിക്കുമാറാക്കണമേ. ഇത്രയും കർത്താവേ അങ്ങ് അനുഗ്രഹിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് അത്ഭുതകരം നീട്ടുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ടല്ലോ, അതിന്മേലൊക്കെ കർത്താവ് ഇതുവരെ അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് വീണ്ടും അത്ഭുതം പ്രവർത്തിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പേഴ്സണലായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അപ്പന്റെ പൊന്നുകരം നീട്ടുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവിന് നിറം അനുഭവിപ്പാൻ അപ്പാ ഞങ്ങൾ കേൾക്കുന്നവരായിട്ടല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കുത്തുകൊണ്ട് കർത്താവേ ദൈവത്തിലേക്ക് തിരിയുന്നവരാക്കി ഞങ്ങളെ തീർക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരെ അനിവാര്യങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ കാണപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയും
കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്നു കർത്താവെ. പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണാത്മാവോട്, പൂർണ്ണ മനസ്സോട് കൂടെ അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ ഭാരത്തോടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്ന അപ്പാ, ഇന്ന് കടന്നു വരാതെ പല സാഹചര്യങ്ങളായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന്റെ കൃപ കൂടിയിരിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാടിനെയും പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കർത്താസിനെ ഏൽപ്പിക്കുന്ന അപ്പ ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കുമാറാക്കണമേ. അപ്പൊ പല സ്ഥാനങ്ങളയക്കുന്ന മക്കളെ കുടുംബമായി ഏൽപ്പിക്കുന്നു. അവരയക്കുന്ന സ്ഥാനം കർത്താവിന്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ സഭയായുള്ള കർത്താവിനെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാക്കി തീരുവാൻ കർത്താവെ അപ്പൊ അങ്ങിടയാക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കാനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. വാഗ്ദത്തനും വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗത്തിൽ വിലയേറിയ സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ഒരിക്കൽ കൂടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം കർത്താവ് ഞങ്ങളെ മുറ്റുമായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന പച്ച തിരുസാന്നിധ്യം കൃപയും ഞങ്ങളുടെ കൂടെ ഇരുന്ന ഓരോ നിമിഷവും അനുഗ്രഹത്തോടെ ഞങ്ങളെ വഴി നടത്തുന്ന വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ദിവസം കർത്താവെ എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് വന്ന വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന പച്ച 2-3 പേർ അപ്പൻ്റെ നാമത്തിൽ ഇവിടെ കൂടുന്ന അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവെ, ഞങ്ങൾ അപ്പൻ്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ അപ്പനെ ആരാധിക്കും തിരുസാന്നിധ്യം കൃപ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഓരോരുത്തരും വഴി നടത്തുന്ന വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന പച്ച കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരുമായിരുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളായിരുന്ന മണ്ഡലങ്ങളെ എല്ലാം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും എൻ്റെ ദൈവമേ കാത്തു സൂക്ഷിച്ച വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന പച്ച ഈ രാത്രികാലം ദിവസത്തിൽ ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ കർത്താവെ ഈ സമയം വരെയും ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ കൂടെ ഇരുന്ന വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന പച്ച നല്ല പാട്ടുകളെ ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പൻ്റെ നാമം ഉയർത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിച്ച വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന പച്ച തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അതിന് മേലെല്ലാം ദൈവസാന്നിധ്യവും കൃപയും കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ മധ്യത്തിലായിരിക്കും ദൈവത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തന്മാനെ നാവോടുകൂടി ദൈവസാന്നിധ്യം കൃപയും കൂടുതലാണ് കർത്താവെ തന്മാനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്മാനിൽ കൂടെ കർത്താവെ ഹൃദയമായി ഞങ്ങൾ ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്ന വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന പച്ച ഞങ്ങൾക്ക് ഓരോരുത്തരും കർത്താവ് ഈ ഒരാഴ്ചക്കാലം ജീവിക്കാൻ ആവശ്യമായ മന്ന ദൈവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന പച്ച അതെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുക്കത്തോടെ ദിവസത്തിലായിരിക്കും ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചത് കർത്താവെ കടന്നു വന്നിരിക്കുന്ന സകല ജനത്തിനെ അപ്പച്ചനെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവരെ എല്ലാ അപ്പൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് തിരുസാനുഗ്രഹം മക്കളെ എല്ലാവരും കൂട്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവെ യാത്രയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അവരെ എല്ലാം സഹായിക്കണമേ. തക്ക സമയത്ത് കടന്നു വരുവാനും അപ്പൻ്റെ നാമം ഉയർത്തുവാനും എല്ലാവരെയും സഹായിക്കുന്ന വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദിവസങ്ങളായപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചു വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരും സഹായിച്ചായിട്ട് കർത്താവ് നല്ല സാക്ഷ്യങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പ്രബോധനങ്ങൾ നൽകിയായിട്ട് കർത്താവിനെ ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചായിട്ട് കർത്താവ് കൃപയും സാന്നിധ്യം കൂട്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുപിരിയാത്തതിന് ദൈവത്തിന്റെ സാന്നിധ്യത്താൽ കൃപയെ ഞങ്ങൾ ഓരോരുത്തരും വഴി നടത്തുന്നു വലിയ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. സർവ്വവിധമായ മഹത്വപ്പച്ചനെ പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്ക് സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കെട്ടത്തുള്ള മരണം സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്നാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. രാത്രികാലത്തെ തുടർന്നുള്ള സഭാവിധന അനുഗ്രഹത്തിനായി 71 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഈ രാത്രികാലം കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിൻ്റെ 14, 15 വാക്യങ്ങൾ ചേർന്ന് വായിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സാംസ് ചാപ്റ്റർ 71, 1-15. 71 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാനൊരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമേ. നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചെന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാകുന്നുവല്ലോ. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതിയും എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു.
എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് പിടിപ്പീൻ, പിടിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ എന്നോട് അകന്നിരിക്കരുതേ, എന്റെ ദൈവമേ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. എന്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്ദ കൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എന്റെ വായിലൂടെ അതിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്താണിരിക്കാം. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സഹായകമായി കടന്നു വരുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ശക്തീകരിച്ചതിനായിട്ട് ആമേൻ. നമുക്ക് ദൈവസന്നിധാനത്തിൽ നന്ദിയുള്ളവരായിരിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയാദയ മക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നാം വായിച്ച് കേൾക്കുവാൻ ഇടയായത്. 71 സങ്കീർത്തനം. യഹോവേ, ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. വളരെ ആമേൻ സ്തോത്രം. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഹൃദയം ആമേ നുറുങ്ങിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ സെന്റൻസ് തന്നെ നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. സ്തോത്രം. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. സ്തോത്രം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. സ്തോത്രം. പലരും പലതിലും ആശ്രയം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ആശ്രയിപ്പാനുള്ളത് നമ്മുടെ കർത്താവായ യേശുവിൽ ഒന്ന് മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 25 സങ്കീർത്തനം 1 വാക്യം ഒന്ന് വായിച്ചാട്ട്. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുത്. എന്റെ ദൈവമായ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. 25 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നു, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവസന്നിധാനത്തിലേക്ക് ഒന്ന് ഓടിച്ചെല്ലുവാനൊക്കെ വേണ്ട ദാവീദിനെ പോലെ യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തെ ധ്യാനിപ്പാനുമുള്ള ആഗ്രഹത്തോടെ ഓടിച്ചെല്ലുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരു നാള് ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സ്തോത്രം. 3 വാക്യം വായിച്ചാട്ട്, ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിക്കുവാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. എന്റെ പാറയും എന്റെ കോട്ടയും ആകുന്നുവല്ലോ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഉറപ്പുള്ള പാറയിൽ വസിപ്പാനാണ് കർത്താവ് നമ്മെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റിയത്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തു ആ പാറമേൽ ഉറച്ചു നിൽക്കുവാൻ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 49:24 വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഉൽപ്പത്തി പുസ്തകം 49:24 വാക്യം. അവന്റെ ഭുജം യാക്കോവിന്റെ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പാറയായ ഇടയൻ ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമല്ല. സ്തോത്രം. അവൻ നമ്മുടെ പാറയും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷകനുമായിരിക്കുക. നമുക്ക് കരങ്ങളുയർ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവമേ, നീ എൻ്റെ ബാല്യം മുതൽ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.
മൂന്നാം വാക്യം വായിച്ചാലും ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് ആ. നീ എനിക്കുറപ്പുള്ള പാറയായിരിക്കണമേ. ആ. എന്നെ രക്ഷിക്കുവാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. എന്നെ രക്ഷിക്കുവാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. ദൈവം കൽപ്പിച്ചിട്ടാണ് നാം ഓരോരുത്തരും രക്ഷപ്പെട്ടത്. സ്തോത്രം. രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷയുടെ ദൂത് നമ്മെ തേടി വന്നത് ആമേൻ ദൈവം കൽപ്പിച്ചിട്ടാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അനേകം പേരുണ്ടായിരുന്നു. സ്തോത്രം. ആമേൻ കോടാനുകോടി ആമേൻ സമ്പത്തുള്ളവർ. സ്തോത്രം. വലിയ വലിയ മണിഹർമ്മ്യങ്ങളുള്ളവർ. ആമേൻ ബഹുതല കെട്ടിടത്തിൻ്റെ ഉടമകളായവർ. സ്തോത്രം. കപ്പലുടമകളായവർ. ആമേൻ സ്തോത്രം. ഫ്ലൈറ്റിൻ്റെ ഉടമകളായിരുന്നവർ. ഹല്ലേലൂയ. ഇവരെ ഒന്നും തേടി കർത്താവ് ചെന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കൽപ്പിച്ചിരുന്നു. സ്തോത്രം. എത്ര പേർക്ക് അതൊന്ന് ഉൾക്കൊള്ളാൻ പറ്റും? അവന് കോടാനുകോടി ജനത്തിൻ്റെ മധ്യയിൽ നിന്നാണ് യേശു എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ ഒരു കൽപ്പന കൊടുത്തത്. ആ രക്ഷയെ നാം ഒരിക്കലും തുച്ഛീകരിക്കരുത്. സ്തോത്രം. അതിനെ വൃഥാവാക്കി കളയരുത്. ആ രക്ഷകനെ നാം എപ്പോഴും മുറുകെ പിടിച്ചുകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിന് 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. യഹോവയായ കർത്താവേ, യഹോവയായ കർത്താവേ, നീ എന്റെ പ്രത്യാശയാകുന്നു. നീ എന്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ. ആശ്രയം തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തിരിച്ചറിയാകുന്ന പ്രായമായതു മുതൽ സ്തോത്രം. ഹല്ലേലൂയ. നീ എൻ്റെ ആശ്രയമാകുന്നു. ആമേൻ. അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമേ എന്റെ ബാല്യം മുതൽ നീ എന്റെ എന്നെ ബാല്യം മുതൽ ഉപദേശിച്ചിരിക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇന്നുവരെ ഞാൻ എന്റെ അത്ഭുത പ്രവർത്തികളെ ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചു. അറിയിച്ചുമിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തന്നതുകൊണ്ടാണ് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഉറപ്പുള്ളവനായി ധൈര്യമുള്ളവനായി ആമേൻ ഈ ആലയത്തിൽ കടന്നു വന്നിട്ട് പറയാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യേശു എൻ്റെ രക്ഷകനാണ്. അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ എൻ്റെ നിത്യജീവനാണ്. ഹല്ലേലൂയ. ആമേൻ. അല്ല എങ്കിൽ നമുക്കിത് പറയുവാൻ കഴിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ മക്കളെ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും. ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം. നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം. വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. സ്തോത്രം. വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്തിനാണ്? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എന്തിനാ? പ്രൈസ് ദി ലോർഡ്. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അടുത്ത തലമുറയോട് ആമേൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തികളെയും അറിയിക്കോളം. സ്തോത്ര. ദൈവത്തിൻ്റെ വയതിലെ ഇതുവരെ നമ്മൾ അറിയിക്കുവാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനി തുടങ്ങിക്കോണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രതിഫലം വല്ലതുമുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് ലഭിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സഹപ്രവർത്തകൻ യേശുവിനെ അറിയാതെ മരിച്ചുപോയാൽ ആമേൻ ഹല്ലേലൂയ യേശുവിൻ്റെ വീര്യപ്രവൃത്തികളെ, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെ, അവൻ്റെ വീര്യഭുജത്തെക്കുറിച്ച് അറിയുവാൻ കഴിയാതെ മരിച്ചുപോയാൽ അവൻ്റെ രക്തം നമ്മോട് ദൈവം ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എവിടെയായിരുന്നാലും ഹല്ലേലൂയ നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ള ധൈര്യം നാം സംഭരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, നിന്നെ സഹായിക്കും
എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ എന്റെ താങ്ങും. നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ നിന്നെ താങ്ങും. ഹല്ലേലൂയ. അവൻ താങ്ങുന്ന ദൈവമാണ്. സ്തോത്ര. താങ്ങുന്ന ദൈവമാണ്. അതോടൊപ്പം തന്നെ അവൻ നമ്മെ കരുതുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് പാടിയല്ലോ, യഹോവ ഇരേ ഇരേ ഇരേ. എനിക്ക് വളരെ സന്തോഷം തോന്നി. സ്തോത്രം. എല്ലാവരും അങ്ങോട്ട് ഹൃദയത്തിൽ അങ്ങോട്ട് ഉൾക്കൊണ്ട് പാടി തുടങ്ങിയ സ്തോത്ര. കരുതുന്ന ദൈവം. ആമേ, നിനക്ക് വേണ്ടി കരുതിയൊക്കെ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും ദൈവത്തിൻ്റെ വയതിലെ സ്തോത്രം. ഹല്ലേലൂയ. 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, ഒരത്ഭുതമായിരിക്കുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ആദ്യത്തെ അവസ്ഥ നോക്കിയാൽ ആമേൻ സ്തോത്രം, ഞാൻ ഇപ്രകാരം ആമേൻ ഹല്ലേലൂയ ആകുമെന്ന് ആരും ചിന്തിച്ചതല്ല. സ്തോത്രം. പിന്നെയോ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹാ കരുണ കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. 6-ാം വാക്യത്തിൽ പറയുന്ന ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തവൻ നീ തന്നെ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. 139-ാം സങ്കീർത്തനം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളോട് വായിച്ചാട്ട്. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ ശരീരത്തെ കുറിച്ച് നാം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പൈതലേ ആമേ നമുക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. വളരെ അത്ഭുതകരമായിട്ടാണ് നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മെ നിർമ്മിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ അവയവങ്ങളും കർത്താവ് അതതിൻ്റെ സ്ഥാനത്ത് ഫിറ്റ് ചെയ്തത്. സ്തോത്രം. എത്ര ഹല്ലേലൂയ ജ്ഞാനത്തോടുകൂടിയാണെന്നുള്ള ഒരു കാര്യം നാം ഓർക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2 കണ്ണുകളെ സ്തോത്രം നമ്മുടെ മുഖത്ത് കർത്താവ് ഫിറ്റ് ചെയ്തിട്ട് സ്തോത്രം അതിൽ പൊടി വീഴാതെ വണ്ണം ആമേ സൂക്ഷിക്കേണ്ടതിനായി കൺപോളകളെ കൂടെ കർത്താവ് സൃഷ്ടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നീണ്ട ഒരു മൂക്ക് കൊണ്ട് അതിൻ്റെ താഴെ ഫിറ്റ് ചെയ്തു. അത് ഒരു പക്ഷേ സ്തോത്രം ഹല്ലേലൂയ ഈ തലയുടെ മണ്ടയ്ക്ക് കാണുമായിരുന്നെങ്കിൽ മഴ നനയുമ്പോൾ ഒരു വെള്ളം എല്ലാം കൂടെ ഇതിനകത്തൂടെ ഇറങ്ങി സ്തോത്രം തുമ്പിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. പനി പിടിച്ചപ്പോഴേ ന്യൂമോണിയായി ആമേ സ്തോത്രം കടന്നു പോകുമായിരുന്നു. അങ്ങനെ ഓരോ അവയവങ്ങളെയും നാം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര ഭയങ്കരവും അതിശയകരമായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദാവീദിന് ഇന്ന് രാത്രികാലം പറയുവാനുള്ളത്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലേ ഈ സ്ഥാനത്തേക്ക് ആമേൻ ദാവീദിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് സ്തോത്രം അനേകരുടെ കസേരകളെ മറിച്ചു കളഞ്ഞു. സ്തോത്രം. ഗോലിയാത്തിന് ഫെലിസ്ത്യരുടെ നടുവിലുണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ഗോലിയാത്തിനെ തകർത്തു. ഗോലിയാത്തിന്റെ വാളുകൊണ്ട് അവനെ വെട്ടിക്കൊന്നു. സ്തോത്രം. ഹല്ലേലൂയ. അമ്മായിയപ്പനായ ശൗല് സ്തോത്രം ഹല്ലേലൂയ ഗിൽബോവ പർവ്വതത്തിൽ സ്വന്തം വാളിനാൽ വധിക്കപ്പെട്ടു. ഹല്ലേലൂയ. ആമേ സ്തോത്രം. തനിക്കെതിരായി നിന്ന് തൻ്റെ പുത്രൻ അബ്ശാലോം ആമേ കരുവേലകത്തിന്മേൽ തൂങ്ങിക്കിടക്കുവാൻ ഇടയായി. തനിക്കെതിരായി നിന്നവരെ ഓരോരുത്തരെയായി കർത്താവ് സ്തോത്രം ഹല്ലേലൂയ നീക്കിക്കളഞ്ഞിട്ടാണ് സ്തോത്രം ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തനായ പടനായകനായിരുന്ന അബ്നേറും സ്തോത്രവും ചതിവിൽ കൊല്ലപ്പെട്ടു. ഇതൊന്നും ദാവീദല്ല ചെയ്തത്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിനെ ആ സ്ഥാനത്തേക്ക് ഉയർത്തി കൊണ്ടുവരേണ്ടതിനായി ദൈവം ഓരോരുത്തരെ ആ സ്ഥാനങ്ങളിൽ നിയോഗിച്ചു. കാരണം എന്താണെന്നറിയാമോ? ആമേ അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മെ നടത്തുക, നമ്മെ കൊണ്ടെത്തിക്കേണ്ടടുത്ത് നമ്മെ കൊണ്ടെത്തിക്കുക. നമ്മുടെ
കർത്താവ് മതിയായവനാണ്. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ ഉയർത്തു. ആമേൻ, ഹല്ലേലൂയ. അവന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തു. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. ഹല്ലേലൂയ. നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മെ ഉയർത്തുന്ന ദൈവം, ഉന്നതങ്ങൾ വാഹനമേറി ഓടിക്കുമാറാക്കുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി കാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം, അവനെ നമുക്ക് ആശ്രയം വയ്ക്കാം. ഹല്ലേലൂയ. എങ്ങനെ മറന്നിടും എൻ പ്രിയ യേശുവിനെ, എങ്ങനെ സ്തുതിച്ചിടും, എങ്ങനെ മറന്നിടും എൻ പ്രിയ യേശുവിനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ ആമേൻ സ്തോത്രം അനുഗ്രഹിക്കുമാറാകട്ടെ. കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് പെട്ടെന്ന് വാക്യം പറഞ്ഞതിന് ശേഷം സഹോദരന്മാർക്ക് സാക്ഷ്യത്തിനും പ്രബോധനത്തിനും ഉള്ള സമയമുണ്ട്. ദൈവം നമ്മൾ പ്രസാദിക്കുമാറാകട്ടെ. Water you turned into wine, open the eyes of the blind. There's no one like you, none like you. Into the darkness you shine, out of the ashes we rise. There's no one like you, none like you. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. Into the darkness you shine, out of the ashes we rise. There's no one like you, none like you. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God. Praise the Lord. John 30 verse 40 to 70. I, your Lord and teacher, have been washed your feet. You should wash others' feet. Now you know, I know, I have set an example for you that you should so you will be done with. I am telling the truth, so that I'm telling the truth. No slave is greater than the master. No messenger is greater than the one who sent him free. Now you know the truth. How happy is the will be put into the practice. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. For the Lamb at the center of the throne will be their shepherd. He will lead them to spring of living water, and God will wipe every tears from their eyes. Please pray for me and my parents. Praise the Lord. Praise the Lord. Praise Lord. I, your Lord and teacher, have just washed your feet. You should wash one another's feet.
I have set an example for you so that you would do just what I have done to you. John 13, verse 14 and 15. Please pray for me and my family. Praise the Lord. Praise the Lord. Hebrews 13 verse 8. Jesus Christ is the same yesterday, today and forever. Amen. Praise Lord. I am Alpha Omega, the beginning and the end, said the Lord which was and which is to be praised the Almighty. Revelation 1 verse 8. Praise the Lord. Praise the Lord. Revelation 22 verse 21. The grace of our Lord Jesus Christ be with you all. Amen. Amen. And praise Lord. Galatians 5 verse 17. For the desires of the flesh are against the spirit, and the desires of the spirit are against the flesh, for these are opposed to each other, to keep you from doing the things you want to do. Amen. Praise the Lord. Psalms 34 verse 4. I sought the Lord and he answered me. He delivered me from all my fears. Amen. Amen. Praise Lord. The Lord is my strength and my shield. My heart trusted in him. Psalms 27 word 28 word 7. Please pray for me and my family. Praise the Lord. The Lord will bless you if you respect him and obey his laws. Psalms 128 verses 1. Please pray for me and my family. Praise the Lord. Praise the Lord. Surely goodness and mercy shall follow me all the days of my life. Psalms 23 verses 8. Please pray for me and my family. Praise the Lord. In God, whose word I praise, in God I trust. Psalms 180 verses 26. Please pray for me and my family. Praise the Lord. Praise Lord. Blessed is the man who walks in the counsel of the ungodly, nor stand in the path of sinners, nor sit in the seat of scornful, but his delight in the law of the Lord. In his law he meditates day and night. Psalms 1 verse 1 and 2. Amen. Jesus said, truly, truly, whoever commits sin, it is a slave of sin. John 8 verse 34. Praise the Lord. Praise Lord. Philippians 3 verse 17. Brothers, join in imitating me and keep your eyes on those who walk according to the example you have in us. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വക്രതയും കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ആമേൻ അനന്യരായിട്ട് നിഷ്കളങ്കരായി കർത്താവിന് വേണ്ടി ശോഭിക്കുന്നവരായി വളർന്നു വരുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും അഭിഷക്തരായി ആരോഗ്യവും ബലമുള്ളവരായി സ്വർഗീയ ജ്ഞാനം പ്രാപിച്ചവരായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരായി തീരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി ദൂരത്തും ചാരത്തുമായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കേണ്ടതിനായിട്ട് കരങ്ങളുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സാക്ഷി പറയാനുള്ളൊരു പെട്ടെന്ന് എഴുന്നേറ്റാട്ട് സ്തോത്രം. എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനാ യേശുവേ നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചതിനാ എന്തു ഞാൻ പകരം നൽകും നീ കരുതും കരുതലിനാ യേശുവേ നീ ഓർത്തതിനാ എന്നെ നീ മാനിച്ചതിനാ എൻ രക്ഷയായ ദൈവം എന്നുയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി എൻ രക്ഷയായ ദൈവം എന്നുയർച്ചയായ ദൈവം നിൻ സൗമ്യത എന്നെ വലിയവനാക്കി സർവഭൂമിക്ക്
ഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികളതിശയമേ. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികളതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ വല്ലഭൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ വല്ലഭൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ വല്ലഭൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ വല്ലഭൻ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ചു കേൾപ്പാൻ കർത്താവിടെയാക്കിയല്ലോ. യഹോവയെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടപെടാതെ നിന്റെ പ്രശംസ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേ നിന്നെ സ്തുതിക്കും. എൻ്റെ വായ് ഇടപെടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. ആമേൻ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. ആമേൻ. കർത്താവിൽ ആശ്രയിക്കുന്നവരായി, കർത്താവിൽ പ്രത്യാശയുള്ളവരായി, നിത്യം അവനെ സ്തുതിച്ച് അവനെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. സാക്ഷ്യവാചനങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ച എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ഈ രാത്രികാലം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിവിധ വിഷയങ്ങളുടെ മുഖത്തായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളുടെ എല്ലാവരുടെയും വിഷയത്തിന്മേൽ കർത്താവ് നടകൊള്ളേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള വചനശുശ്രൂഷയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി അർപ്പിക്കപ്പെട്ട സ്തോത്രകാഴ്ചയ്ക്കായി ദശാംശത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അമൃതി കുലുക്കി വരിക ഒരളവിൽ കർത്താവ് മടി കൊടുത്തെല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സഹോദരന്മാരാരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ജീസസ്. സ്വർഗം കൃപ കൂടെ കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രങ്ങളുടെ മാറ്റമില്ലാത്ത സത്യങ്ങളെ ഗ്രഹിപ്പാന് കേൾക്കുവാന് സ്വർഗം ബലപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ ദാസനതയും ബലപ്പെടുത്തിയതിനാൽ അഭിഷേകപ്പെടുത്തിയതിനാൽ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സാക്ഷ്യവാചകങ്ങളിൽ കൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചുള്ള ഞങ്ങളുടെ മക്കളെയും ഈ തരുണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. സ്വതരാവധി കഴിഞ്ഞ കർത്താവ് വീണ്ടും ഹല്ലേലൂയ
ആമേൻ നാട്ടിൽ നിന്ന് വീണ്ടും കർത്താവ് ജോലി സ്ഥലത്ത് കടന്നു വരുവാന് ആമേൻ പ്രിയ സിസ്റ്ററെ ദൈവം ബലപ്പെടുത്തിയതിനാൽ സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സന്തോഷപൂർണ്ണ കർത്താവ് സിസ്റ്റർ കൊടുത്ത വലിയ വിടുതൽ നന്ദിയോട് സ്തോത്രം കർത്താവേ. ഹാലു കർത്താവ് നാട്ടിലേക്ക് കടന്നു പോകുന്ന പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവന്റെ വിദ്യാഭ്യാസത്തെ അവന്റെ ഭാവി എല്ലാതെയും മാനിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. ഞങ്ങളുടെ സാക്ഷ്യവാചനത്തിൽ കൂടെ പ്രാർത്ഥനയ്ക്കായി മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിഷ്ണു പറഞ്ഞ കർത്താവേ ഹല്ലേലൂയ. ആമേൻ സ്വന്തം കർത്താവ് കൊടുത്ത വിടുതലിന് ആമേൻ ഹല്ലേലൂയ. കൊടുത്ത ലൈസൻസിന് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. സകലവും തിരുനാമഹത്വത്തിനായി തിരുവോട് സ്വർഗം ഇടയാക്കുന്നതിനാൽ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. ആമേൻ കർത്താവേ, സ്തോത്ര വഴിപാടിനെ കർത്താവേ ഹല്ലേലൂയ നീട്ടി എല്ലാ കരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന സ്വർഗം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തുടർന്നുള്ള സുരക്ഷിതയും അനുഗ്രഹിക്കുമാറാകണമേ. സുരക്ഷിതദാസമാരെ ദൈവം ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. കേൾക്കുക മാത്രമല്ല കേട്ട് കർത്താവ് വലിയ അനുഗ്രഹമായി ആമേൻ 30, 60, 100 മേനി ഹല്ലേലൂയ ഒരു കൊയ്ത്തിന്റെ അവസ്ഥയിലേക്ക് സ്വർഗ്ഗവാടികളെ പ്രാർത്ഥിക്കുന്നു. താഴ്ത്തുന്നു സമർപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്താണിരിക്കുക. നമ്മോട് കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നേ? നാം എന്തിനാ പ്രയാസപ്പെടുന്നേ? നാം എന്തിനാ വ്യാകുലരായി തീരുന്നത്? പ്രൈസ് ലോർഡ്. കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. രാത്രികാലം ആർക്കെങ്കിലും കർത്താവ് ഒരു വചനം സഭയ്ക്ക് കൊടുക്കാനായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു സ്തോത്രം, സങ്കീർത്തനത്തിൻ്റെ ഭാഗങ്ങൾ, ഒരു പ്രവചനവാക്യം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് പ്രസ്താവിക്കാനുള്ള സമയമുണ്ട്. ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോർഡ്. ആരുമില്ലായികയാൽ ആരാശ്ചര്യപ്പെട്ടെന്നാ പറയുന്നത്? പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായാൽ ആശ്ചര്യപ്പെട്ടു. സ്തോത്രം. അതുപോലെ ആർക്കും ഒരു വചനമില്ലാത്തതിനാൽ ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഗസ്റ്റ് പാസ്റ്റേഴ്സിനെ ഒന്നും കിട്ടത്തില്ല. സ്തോത്രം. കിട്ടും. ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഒത്തിരി പേരുണ്ട്. അവരെ നമുക്കിവിടെ കൊണ്ടുവന്ന് ശുശ്രൂഷിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇത് ദൈവമായിട്ട് സംഭവിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. ഇല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മളൊക്കെ ഇങ്ങനെ ഒരു പരുവത്തിനങ്ങ് പോകും. ഇപ്പോൾ നമുക്ക് കർത്താവ് വചനം സൂക്ഷിപ്പാനും ദൈവസന്നിധിയിൽ നിൽപ്പാനും വചനം പഠിക്കുവാൻ വേണ്ടി വേർതിരിഞ്ഞ് ഇരിപ്പാനും ഒക്കെയുള്ള സമയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് നാം തക്കത്തിൽ ഉപയോഗിക്കാൻ കർത്താവ് നമുക്ക് ഓരോരുത്തരും കൃപ നൽകുമാറാകട്ടെ. രാത്രികാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4, 5 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗവുമാകേണ്ടതിന് പണിയപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, നൽകി തന്ന ആലോചനയ്ക്കായിട്ട് സ്തോത്രം. കർത്താവ് ഇതിനെ വാഴ്ച അനുഗ്രഹിച്ച് നൽകണം. കേൾക്കുന്നവർക്കും ആമേൻ ശുശ്രൂഷിക്കുന്ന എളിയവനും ഇതൊരുപോലെ അനുഗ്രഹമായി തീരണം. അത്ഭുതം പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. പത്രോസ് ശ്ലീഹ ആമേൻ ഹല്ലേലൂയ എഴുതിയ ലേഖനമാണ്. സ്തോത്രം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നു. ആമേൻ. സ്തോത്രം. ആ കല്ലേതാണ്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യേശു ക്രിസ്തുവാകുന്ന ആ കല്ലിൻ്റെ അടുക്കൽ ആ കല്ലല്ലാതെ വേറൊരു കല്ലിനും ജീവനില്ല. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ കല്ലാണ്. സ്തോത്രം.
ആ കല്ലിനെ തകർത്ത് കളയുവാൻ അനേകർ ട്രൈ ചെയ്തെങ്കിലും ആമേൻ സ്തോത്ര കല്ല് തകർക്കപ്പെട്ടില്ല. അത് ഉറപ്പുള്ള കല്ലാണ് സ്തോത്രം. അത് കുലുങ്ങാത്ത കല്ലാണ് സ്തോത്രം. ഹല്ലേലൂയ. നിൽക്കുന്നവർക്ക് ആ കല്ലിന്മേൽ ഭയം കൂടാതെ നിൽക്കുവാൻ തക്കവണ്ണം അത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കല്ലാണ് സ്തോത്രം. അത് സങ്കേതമായ ഒരു കല്ലാണ്. ഹല്ലേലൂയ. ആ കല്ലാണ് നിൽപ്പാൻ കർത്താവ് നമുക്ക് കൃപ തന്നത്. സ്തോത്രം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. സ്തോത്രം. യേശു ക്രിസ്തു ജീവനുള്ളവൻ ആയിരിക്കുന്നത് പോലെ തന്നെ നാമും ജീവനുള്ളവരായി തീരണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ആമേൻ. നമുക്കറിയാം, ചില ശില്പശാലകളിലൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ ആമേൻ ചില രൂപങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടാൽ സ്തോത്രം ഹല്ലേലൂയ അത് ജീവനുള്ളതാണെന്ന് തോന്നിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് സ്തോത്രം നാം ജീവനുള്ളവർ ആയിരിക്കണം. സ്തോത്രം. ജീവിച്ചിരിക്കുന്നവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ആ അവസ്ഥ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആത്മീക മയക്കത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നാം ഒന്ന് ഉണർന്നെഴുന്നേറ്റ് ഹല്ലേലൂയ ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കലേക്ക് നാം കടന്നു വരണം. സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നവർക്ക് മാത്രമേ ജീവിപ്പാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതിൻ്റെ എല്ലാം സ്തോത്രം അദമ്യമായ ഉദ്ദേശമെന്ന് പറയുന്നത് ആമേൻ അവൻ്റെ അടുക്കൽ വന്ന് പണിയപ്പെട്ട് ജീവനുള്ള കല്ലുകളായി തീർന്ന് ആമേൻ ആത്മീയ ഗ്രഹമായി അവന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗം ആയിത്തീരണം. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധ പുരോഹിത വർഗത്തിൻ്റെ പ്രത്യേകതയാണ് അവർ കഴിക്കുന്ന യാഗങ്ങളൊക്കെയും ദൈവത്തിന് പ്രസാദകരമായി തീരും. സ്തോത്രം. അവർ സാധാരണക്കാരെ പോലെയുള്ള യാഗമല്ല കഴിക്കുന്നത്. സ്തോത്രം. അവർ കഴിക്കുന്ന യാഗത്തിൽ ദൈവം പ്രസാദിക്കും. കാരണം അവർ ആത്മീയ യാഗം കഴിക്കുന്നവരായി. ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ലിവൻ തന്നെ മറ്റൊരുത്തനിലും രക്ഷയില്ല. സ്തോത്രം. വീട് പണിയുന്നവർ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ലിവൻ തന്നെ. കല്ല് ഇവൻ തന്നെ. ആമേൻ. അടുത്ത വാക്യം എന്താ പറയുന്നത്? മറ്റൊരുത്തനിൽ രക്ഷയില്ല. ഇവനല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. സ്തോത്രം. ഇവനല്ലാതെ മറ്റൊരുത്തനും മാനവജാതിക്ക് രക്ഷ തരുവാൻ കഴിയുകയില്ല. സ്തോത്രം. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സ്തോത്രം. എന്ന് നാം ആമേൻ സ്തോത്രം ജീവനുള്ളവരായി മറ്റുള്ളവരോട് വിളിച്ചു പറയണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മീയ യാഗം കഴിക്കുന്നവരായി നാം മാറണം. ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം. സ്തോത്രം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിശാച് വിചാരിച്ചു യേശു ക്രിസ്തുവാകുന്ന ഈ ജീവനുള്ള കല്ല് തകർന്നു പോയി കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ അതോടുകൂടെ മാനവജാതിയുടെ രക്ഷ തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മുഴുവനും അവൻ്റെ അടിമകളായി തീരുമെന്നുള്ള വിചാരമായിരുന്നു അവനുണ്ടായിരുന്നത്. സ്തോത്രം. അവൻ അന്നത്തെ ഭരണാധികാരികളായിരുന്ന
മഹാപുരോഹിതന്മാരിലേക്കും ശാസ്ത്രിമാരിലേക്കും, ആമീൻ സ്തോത്രം, ഹല്ലേലൂയ, അന്നത്തെ പ്രഭുക്കന്മാരിലേക്കും ഉന്നതന്മാരിലേക്കും ഒക്കെയും പ്രവേശിച്ചിട്ട് സ്തോത്രം, ഹല്ലേലൂയ, അവനിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചു എങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം അവൻ പാപം ചെയ്യാത്തവൻ ആയിരുന്നു, അവൻ നിർമ്മലനായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ സ്തോത്രം, അവനൊരു ആത്മീയ യാഗം എന്നേക്കുമായി കഴിപ്പാനിടയായത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം കൂടി കർത്താവിനെ തകർക്കുവാൻ ആമേൻ സ്തോത്രം ശ്രമിച്ചു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി. ആരവാരം അധികമാകുന്നതല്ല എന്ന് പറഞ്ഞൊരു വാക്യം. വെള്ളമെടുത്ത് പുരുഷാരം കാണുക, കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിനെന്ന് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. അവനവർ ബറബാസിനെ വിട്ടുതരിക എന്ന് ജനം ആർത്തു വിളിച്ചപ്പോൾ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, റോമ ഗവർണറായിരുന്ന പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് നന്മ പ്രാപിച്ചവര്, യേശുവിൻ്റെ അടുക്കൽ ചെന്ന് സൗഖ്യം പ്രാപിച്ചവര്, യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ആഹാരം കഴിച്ച് തൃപ്തരായവര്, ഇതെല്ലാവരും കൂടി ഒരുമിച്ച് പറയുകയാണ്, കൊലപാതകനും വ്യഭിചാരിയുമായ ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. സ്തോത്രം. അന്ന് അവർ പറഞ്ഞതിൻ്റെ ഒക്കെ ഇന്ന് അവരനുഭവിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം, പ്രൈസ് ലോർഡ്. ലോക ചരിത്രം നാം പരിശോധിച്ചു നോക്കിയാൽ യേശുവിനെ തള്ളിക്കളഞ്ഞ, സ്തോത്രം, ഇസ്രായേൽ ജനത്തെ പോലെ ദുരിതം അനുഭവിക്കുന്ന വേറൊരു ജനതയുമില്ല. സ്തോത്രം. ചരിത്രം നിങ്ങൾക്കറിയാവുന്നവരാണ്, ഞാൻ സ്തോത്രം പറയേണ്ട ആവശ്യമില്ല. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കാലത്ത് എത്രയധികം കഷ്ടങ്ങളാണ് അവരനുഭവിച്ചത്. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഗ്യാസ് ചേമ്പറിൽ കൊണ്ടിട്ട്, ഹല്ലേലൂയ, വിഷവാതകം കടത്തിവിട്ട് ശ്വാസം മുട്ടിച്ച് എത്ര ലക്ഷം ജനത്തെ കൊന്നുകളഞ്ഞു. സ്തോത്രം, പ്രൈസ് ലോർഡ്. അന്ന് ഹിറ്റ്ലർ തൻ്റെ കൂട്ടരും, ഹല്ലേലൂയ, അവർക്കെതിരെ ഉപയോഗിച്ച ആമേൻ സ്തോത്രം മുറകളെ, സ്തോത്രം, ഇപ്പോൾ പോലീസ് ചെയ്യുന്നതിലും വലിയ ടോർച്ചറുകളാണ് അന്ന് അവർ ചെയ്തത്. സ്തോത്രം. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്നറിയാമോ ദൈവമക്കളെ? ജീവന്റെ നായകനെ അവർ തള്ളിക്കളഞ്ഞു. സ്തോത്രം. ഇന്നും അനേകരും ജീവന്റെ നായകനായി യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് യേശുവിനെ വേണ്ട, കൃപാസനം മാതാവിനെ മതി. അവർക്ക് യേശുവിനെ വേണ്ട, സ്ലീഹന്മാരെ മതി. അവർക്ക് യേശുവിനെ വേണ്ട, സ്തോത്രം, കുരിശും കുരിശു തൊട്ടിയും മതി. സ്തോത്രം, പ്രൈസ് ലോർഡ്. എന്നാൽ ഇതെല്ലാം നിമിത്തം ഒരു ദിവസം ഒരു ന്യായവിസ്താരത്തിലേക്ക് പ്രവേശിപ്പാനൊക്കെ ഇടയാകും. സ്തോത്രം, പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ദൈവം നമുക്കൊരു സമയം നൽകി തന്നിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. സങ്കീർത്തനം വായിച്ചപ്പോൾ കേൾക്കുവാനിടയായല്ലോ, അവൻ നമ്മളെ രക്ഷ കൽപ്പിച്ചിരിക്കുക. സ്തോത്രം. അവൻ നമുക്ക് നൽകി തന്നിരിക്കുന്ന രക്ഷയെ നാം വൃഥാവാക്കി കളയരുത്. സ്തോത്രം. മനുഷ്യരുടെ മുമ്പിൽ ആമേൻ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ
ഞാനും തള്ളിപ്പറയും. സ്തോത്രം. യേശുക്രിസ്തുവിനെ അവർ കൊന്നുകളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം അവൻ്റെ നേരെ അവർ ക്രൂരമായി ആമേൻ പല പീഡകളും അഴിച്ചുവിട്ടു ചമ്മട്ടി കൊണ്ട് യേശുവിനെ അടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ പുറം മുഴവുചാല് പോലെ കീറപ്പെട്ടു. അവൻ്റെ രക്തം ധാരധാരിയായി അവൻ്റെ ശരീരഭാഗങ്ങളിൽ കൂടെ ഒഴുകി. സ്തോത്രം. അവനെ മുൾക്കിരീടം ചൂടിച്ചു. കൈകാലുകളിൽ ആണികൾ തറച്ചിറക്കി. സ്തോത്രം. ഹല്ലേലൂയ. ദാഹിച്ചു വലഞ്ഞപ്പോൾ ആമീൻ പുളിച്ച വീഞ്ഞവന് കുടിപ്പാൻ കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ക്രൂശിൽ കിടന്ന് ലമ്മ ലമ്മ ശബക്താനി എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു പ്രാണനെ വിട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിശാച് വിചാരിച്ച അതോടുകൂടെ യേശു തീർന്നു എന്ന്. സ്തോത്രം. ഇനി ഇവൻ ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരരുതെന്ന് പറഞ്ഞുകൊണ്ട് അരിമത്ഥ്യക്കാരനായ യോസഫിന് ആമീൻ തനിക്ക് വേണ്ടി വെട്ടിയെടുത്ത കല്ലറയിൽ എൻ്റെ യേശു തമ്പുരാനെ അവർ അടച്ചു വെച്ചു. സ്തോത്രം. വലിയൊരു കല്ല് കൊണ്ടുവന്ന് ആമീൻ സ്തോത്രം. ആലൊരു കല്ലറ അടച്ച് റോമാഗവൺമെന്റ് മുദ്ര ആമീൻ അതിന്മേൽ കുത്തിയിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാവൽക്കാരായി റോമാ പടയാളികളെ അവിടെ നിയമിച്ചാക്കി. എങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. ജീവന്റെ നായകനെ തകർത്ത് കളയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചടക്കപ്പെട്ടു 3-ാം ദിവസം എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി, അവനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ വീണ്ടും വരാൻ പോകുകയാണ്. സ്തോത്രം. അവനിൽ പ്രത്യാശയുള്ള ദൈവത്തിൻ്റെ മക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ആ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. എനിക്ക് സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇന്ന് രാത്രികാലം പറയുവാൻ കഴിഞ്ഞുള്ളൂ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എഫേസ്യർ 2:20-22 വരെ വാക്കുകൾ വായിക്കുമ്പോൾ ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. കെട്ടിടം മുഴുവൻ യുക്തമായി ചേരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ കല്ലുകൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ യുക്തമായി ചേർന്ന് പണിതു വരുന്ന കല്ലുകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ കല്ലുകൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളായിരിക്കും. സ്തോത്രം. പണിസ്ഥലത്ത് കൊണ്ടുവന്ന് പണിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ കുറവുകളും തീർത്ത് കൊണ്ടുവന്ന് സ്തോത്രം അങ്ങോട്ട് ഫിറ്റ് ചെയ്യത്തേ ഉള്ളൂ. സ്തോത്രം. അതാണ് ഈ കല്ലിൻ്റെ പ്രത്യേകത. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക മഴ മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിൽ കേൾപ്പാനില്ലായിരുന്നു. സ്തോത്രം. ഇത് അനേകർ പണിയുന്നുണ്ട്. സ്തോത്രം. അവർക്ക് മൂലക്കല്ലിന്റെ ആവശ്യമില്ല. സ്തോത്രം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ അവർ പണിയുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അവരെ തന്നെ അങ്ങ് മൂലക്കല്ലാക്കി, അടിസ്ഥാനക്കല്ലാക്കി അവർ മാറ്റിക്കൊണ്ട് പണി തുടങ്ങിയേക്കുക. സ്തോത്രം. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തോ കേൾക്കുന്നത്? ഒച്ച കേൾക്കുന്നത്. സ്തോത്രം. എന്നാൽ നമ്മുടെ ഈ സഭ പണിയപ്പെടേണ്ടത് യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ആമേൻ ഇത് പണിതു വരണം. യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. സ്തോത്രം. വളർച്ചയുണ്ട് ദൈവസഭയ്ക്ക്. സ്തോത്രം. വിശുദ്ധ മന്ദിരമായി വളരണം. എല്ലാവരും വളരുന്ന പോലെ വളരേണ്ട ആവശ്യമില്ല. പലരും പലതരത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുക. സ്തോത്രം. നമുക്കറിയാമല്ലോ സഭയിലെ ഉന്നതന്മാര് 50-60 വർഷങ്ങള്
ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ച് അവരുടെ വചന ശുശ്രൂഷ കേട്ട് ഹല്ലേലൂയ കഷ്ടത അനുഭവിച്ച ജനത്തിൻ്റെ മുമ്പിൽ അവൻ്റെയൊക്കെ മക്കളെ കൊണ്ട് അമേരിക്കയിലും ആമേൻ സ്തോത്രം കാനഡയിലും ഒക്കെ ഇട്ടപ്പം അവൻ്റെ മക്കൾക്ക് ഇതൊന്നും ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല. ഇപ്പം പറയുകയാണ് അങ്ങനൊരു ഉപദേശം പോലും ഇല്ലെന്ന്. സ്തോത്രം. എൻ്റെ മുമ്പിൽ സമയമില്ല ദൈവമക്കളെ, സ്തോത്രം. ഇല്ലെങ്കിൽ ഞാൻ ഓരോന്നായി ഇന്നെടുത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കുമായിരുന്നു. സ്തോത്രം. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ പുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും ആമേൻ ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമഞ്ചുകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം അത് ഹൃദയങ്ങളിലേക്ക് തുളച്ചു ചെല്ലുമ്പോൾ സ്തോത്രം മറ്റുള്ളവർക്ക് ഉപദേശിക്കേണ്ട ആവശ്യം വരികയില്ലായിരുന്നു. ദൈവജനം തങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ സമർപ്പിക്കുമായിരുന്നു. കാലഘട്ടം കഴിഞ്ഞു മാറി വന്നപ്പോൾ ഇപ്പോൾ സ്തോത്രം അത് വേണ്ട ഇത് വേണ്ട അതൊന്നുമില്ല എങ്കിലും ചലേക. സ്തോത്രം. ചലേക എന്നുള്ള പദ്ധതി ദൈവസന്നിധിയിൽ ഇല്ല. സ്തോത്രം. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞതാണ്, അത് ഉവ്വ എന്നാണ്. അതിനെ മാറ്റുവാൻ ലോകത്തിലെ ഒരു സഭാ നേതാക്കന്മാർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഇത് കാലം അന്ത്യകാലമാ. അവരുടെ സ്തോത്ര ഉപദേശത്തിൽ ഒന്നും ആമേ നാം കുടുങ്ങിപ്പോകരുത്. ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ദാസന്മാർ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ആമേ സ്തോത്രം ശുശ്രൂഷ ചെയ്ത് ദൈവജനത്തെ ഉപദേശിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനത്തിൽ നാം മുറുകെ പിടിച്ചുകൊണ്ട് ഇനി എത്ര കാലം ഉണ്ടെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. സ്തോത്രം. ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കഷ്ടതയും പട്ടിണിയും കഷ്ടതയും പട്ടിണിയും നേരിടും നേരം മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഓ മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, 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 ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം
Oh, glory, 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 glory. Glory, Galabosha, Oro, Ivo. Udavaro, Udavaro, Ivo, Glory, Galabosha, Ivo. Hallelujah, hallelujah. ഓ മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്ക വന്നിട്ട് നിങ്ങളുടെ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത മാർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. സ്തോത്രനാമത്തിനെ താഴ്ത്തിയേൽപ്പിക്കാം. ഒരു വിശുദ്ധ പുരോഹിത വർഗമാക്കി കർത്താവ് നമ്മെല്ലാവരെയും മാറ്റേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. രാത്രി കാലം കേട്ട ദൈവവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രിയ ജേഷ്വർ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. കാൽവറി കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സഭയായി ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടി വരുവാൻ ഒരു വിശുദ്ധ ആരാധനയോടെ നൽകിയതിനായി സ്തോത്രം കർത്താവേ. നന്ദി കരയേറ്റും കർത്താവേ. ഹല്ലേലൂയ. അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ ആരാധിപ്പാനൊക്കെ ഞങ്ങളെ കർത്താവ് ഒരുക്കിയ കൃപകൾക്കായി കർത്താവേ. കടന്നു വന്ന എല്ലാ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ തരുന്ന കർത്താവേ. നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ സ്വർഗ്ഗം സഹായിച്ചു. നല്ല പ്രബോധനങ്ങൾ നൽകി തന്ന കർത്താവേ. സങ്കീർത്തനത്തിൽ കൂടി ദൈവം ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം അപ്പാ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം എന്റെ ദാസനോട് കേൾക്കുവാൻ സഹായിച്ചു കർത്താവേ. ക്രിസ്തുവായ മൂലക്കല്ലിൽ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗ്ഗരാജ്യത്തിൽ ഞങ്ങളെ പണിയപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു ഐക്യത ഞങ്ങൾ വെളിപ്പെടണമേ കർത്താവേ. ദൈവ സാന്നിധ്യം ഞങ്ങൾ വെളിപ്പെടണമേ. ദൈവകൃപ ഞങ്ങൾ വെളിപ്പെടണമേ കർത്താവേ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ കർത്താവ് ഞങ്ങളായി തീരുവാൻ, ഞങ്ങളുടെ വിളിക്കൊത്ത് കർത്താവേ മുന്നോട്ട് ഓടുവാൻ ഞങ്ങളുടെ വിളിയെ അധികമായി മനസ്സിലാക്കുവാൻ കർത്താവേ ആ വഴിയിലേക്ക് ഞങ്ങളൊന്ന് കടന്നു ഓരോരുത്തരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് കടന്നു വന്ന എല്ലാ ജനത്തെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. ആരെങ്കിലും ഹൃദയഭാരത്തോടെ നുറുങ്ങളോട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഇന്നൊരു വലിയ സമാധാനമായി കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. ആരെങ്കിലും ഇന്ന് രോഗികളെ കടന്നു വന്നിട്ടുണ്ട്, സൗഖ്യം പ്രാപിച്ച് മടങ്ങി പോകുന്നതിനായി നന്ദിയോട് സ്തോത്രം പറയുന്ന കർത്താവേ. അപ്പാ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ സഭയിലെ എല്ലാ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാട്ടുകാരിക സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ വരുന്ന ഒരാഴ്ചക്കാലം അനുഗ്രഹത്തോട് ദൈവകൃപയോടായിരിക്കാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആത്മാവിൽ നടത്തപ്പെട്ടവരായി തീരുവാൻ സ്വർഗ്ഗമേ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവഹിതമില്ലാത്ത ഒരു കർത്താവേ, ഹല്ലേലൂയ, ഒരു വാക്ക് പോലും ഒരു ദൈവ പ്രവൃത്തി പോലും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം പ്രസാദിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു ആരാധനയായി അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പ വിശുദ്ധിയോടെ വേർപാടോടുകൂടി കർത്താവേ ഈ അന്ത്യകാലത്ത് കർത്താവ് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. വിശുദ്ധന്മാരായി കർത്താവിന്റെ കാകളത്തിൽ കർത്താവ് എടുക്കപ്പെടുവാൻ കർത്താവ് ഒരുക്കമുള്ളവരായി തീരുവാൻ ഓരോരുത്തരും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് ഞങ്ങളുടെ ഓരോ കൂടിവരവുകളും കർത്താവേ, ഞങ്ങളുടെ ഓരോ മീറ്റിങ്ങുകളും കർത്താവേ പഠിപ്പിക്കുന്നതാണ് സ്തോത്രം കർത്താവേ. ഓരോ ദിവസം കൊള്ളാവുന്നവരായി തെളിഞ്ഞു കർത്താവേ. ഹല്ലേലൂയ കർത്താവ് പുതുക്കം പ്രാപിച്ചു ഒരുക്കമുള്ളവരായി കർത്താവേ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങനെ ശ്രേഷ്ഠദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശക്തീകരിക്കണമേ, ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് ചെയ്ത നല്ല ഉപകാരത്തിനായി നന്ദിയോടെ ഹല്ലേലൂയ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ മടക്കയാത്രയെ കൂടിയിരിക്കണമേ കർത്താവേ. ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. മാനവും മഹത്വവും അങ്ങ് എടുത്തതിനായി സ്തോത്രം. എല്ലാം വലിയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവയെ. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം
സകലം നിനക്കാമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നുമോചനത്തോടും തുണ നടക്കുന്ന സൺഡേ സ്കൂളിനോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഒരുക്കപ്പെട്ട ദൈവങ്ങളുടെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.